ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൺ, ലൈഫ് ഹസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അങ്ങനെ ലോകം കാത്തിരുന്ന ആ സന്തോഷ വാർത്ത എത്തിയെന്ന് പറയാം. കാരണം മാസങ്ങൾ നീണ്ട യുദ്ധങ്ങൾക്ക് അവസാനമായിരിക്കുന്നു. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള, അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾക്ക് ഒടുവിൽ അവസാനം വന്നിരിക്കുന്നു എന്ന് പറയാം. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ, അല്ലെങ്കിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചു. അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും മധ്യസ്ഥതയിലാണ് ഒപ്പുവെച്ചത്. അതായത് നവംബർ 26 അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും മധ്യസ്ഥതയിൽ 10-1 വോട്ടുകൾക്കാണ് ഈ ഇസ്രയേൽ മന്ത്രിസഭയിൽ ഇത് പാസ്സാക്കുകയും പിന്നീട് കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തത്. 60 ദിവസത്തെ കരാറിനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. മാസങ്ങളോളം നീണ്ട യുദ്ധമായിരുന്നു അത്. കാരണം ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ, അല്ലെങ്കിൽ ലോക നേതാക്കളെല്ലാം ഭയപ്പെട്ട ഒരു യുദ്ധമായിരുന്നു. കാരണം ഇസ്രയേൽ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം കടന്നാക്രമിക്കുകയും ഹിസ്ബുള്ള നേതാക്കളെ വധിക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്തും ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലെബനനെയും യമനെയും ഇറാനെയും എല്ലാം ആക്രമിക്കുകയായിരുന്നു ഇസ്രയേൽ. അപ്പോൾ ഇതിനെല്ലാം ഒരു അവസാനം വന്നിരിക്കുകയാണ്. 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ വെടിനിർത്തൽ കരാറിനെ, അല്ലെങ്കിൽ ഈ വെടിനിർത്തലിനെ നല്ല വാർത്തയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിശേഷിപ്പിച്ചത്. അതോടൊപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഈ വാർത്തയെ സ്വാഗതം ചെയ്തു, ഈ കരാറിനെ സ്വാഗതം ചെയ്തു. ഏതായാലും ലോകത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വാർത്തയാണെന്ന് പറയാം. കാരണം പശ്ചിമേഷ്യ വളരെയധികം സംഘർഷങ്ങളിലായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. അതിനൊക്കെ ഒരു അറുതി വന്നിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ എന്നിരുന്നാലും വെടിനിർത്തലിന് തൊട്ടു മുമ്പ് ഇസ്രയേൽ വീണ്ടും ലെബനനെ ആക്രമിച്ചതായിട്ട് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം ഹിസ്ബുള്ള വെടിനിർത്തൽ ലംഘിച്ചാൽ അതിനെതിരെ കടുത്ത നടപടി എടുക്കുമെന്നും ഇസ്രയേൽ പറയുകയുണ്ടായി. ഏതായാലും നവംബർ 27 ബുധനാഴ്ച രാവിലെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ തൊട്ട് 60 ദിവസത്തേക്കാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. മാസങ്ങളോളം നീണ്ട യുദ്ധം, ഏകദേശം 1.2 ദശലക്ഷത്തിലധികം ആളുകളെയാണ് ലെബനനിൽ ബാധിച്ചത്. ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. അതോടൊപ്പം 50,000-ഓളം ഇസ്രായേലികളെ മാറ്റിപ്പാർപ്പിച്ചു. 3,700 മരണങ്ങൾക്ക് കാരണമായി. അങ്ങനെ മാസങ്ങൾ നീണ്ടുനിന്ന യുദ്ധം 2024 തീരാൻ പോകുന്നതിന് മുമ്പ് ഒരു ശുഭവാർത്തയാണ് ലോകരാജ്യങ്ങളെ തേടിയെത്തിയിരിക്കുന്നതെന്ന് പറയാം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഏതായാലും 2025 നല്ലൊരു ഇതോടുകൂടി ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയാം. ഇസ്രായേൽക്കാരെയും ലെബനനെയും സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ള നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു, അല്ലെങ്കിൽ തെരഞ്ഞുപിടിച്ച് കൊല്ലുകയായിരുന്നു ഇസ്രായേൽ നേതാക്കൾ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സൈന്യം. കാരണം 2023 നേരിട്ട ആ ഒരു ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് അവർ ലെബനനെയും ചുറ്റുമുള്ള രാജ്യങ്ങളെയും ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും മാസങ്ങൾ നീണ്ട യുദ്ധത്തിന് ഒടുവിൽ അവസാനമായിരിക്കുന്നു. 60 ദിവസത്തെ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.